മാധ്യമരംഗത്ത് എല്ലാവരും പുണ്യാളന്മാരാണോ? അല്ല, ഒരു ഫീൽഡിലും പുണ്യാളന്മാരില്ല. ലോകമെന്ന് പറയുമ്പോഴത്തേക്കും നല്ലതും ചീത്തതും എല്ലാം കൂടെ കൂട്ടിക്കലർന്നിട്ടുള്ളൊരു ഇതാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു എന്താ പറയുക, അയോധ്യയിലെ തിരക്കും അവിടെയുള്ള കാര്യങ്ങളും, ഇതാണ് അയോധ്യ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഇതിട്ടു. അതിൻ്റെ താഴെ എന്താ പറയുക, പൂരപ്പറമ്പാക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നു. നല്ല ചായ കിട്ടുന്ന ഒരു ചായക്കടയായിരിക്കും ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരിക്കും നടത്തിക്കൊണ്ട് പോകുന്നത്. ചിലപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ അവരുമായി ചായ കുടിക്കുമ്പോൾ എനിക്ക് തോന്നും ശരി ഇവരെ ഒന്ന് പരിചയപ്പെടാം. അത് ചിലപ്പോൾ ഞാനൊരു വ്ളോഗിൻ്റെ രൂപത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇടാറുണ്ട്. ബാലാജി എങ്ങനെയാണ് ഒരു നടൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു വ്ളോഗർ എന്നുള്ള നിലയിലേക്ക് വരുന്നത്? ആ വ്ളോഗർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ബാലാജി കേട്ടോ. ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയല്ല, എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണെന്ന്. വ്ളോഗർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നവമാധ്യമത്തിൻ്റെ സാധ്യത മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് നവമാധ്യമത്തിൻ്റെ സാധ്യത എന്നെക്കാളും കൂടുതൽ ഇരിക്കുന്ന ആൾക്കാർക്കറിയാം. കാരണം എല്ലാവരിലും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു മാധ്യമമാണ് നവമാധ്യമം. നവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത്, ഇനിയും പുതിയത് വരും, ചിലപ്പോൾ ഇതിനേക്കാളും പുതിയത് വരും. പണ്ടൊക്കെ ഒരു സിനിമയുടെ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അപഗ്രഥനമായി വളരെ വ്യക്തമായി പഠിച്ച് അതിനെ നൂലിഴ കീറി, എന്നാൽ അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ ഒരിക്കലും അപഹാസ്യപ്പെടുത്താത്ത രീതിയിലുള്ള വലിയ വലിയ വിമർശനങ്ങൾ കലാകൗമുദിയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. സിനിമ കണ്ട ഏതൊരു പ്രേക്ഷകനും, കാരണം സിനിമ നമ്മൾ പ്രേക്ഷകന് മുമ്പിൽ വയ്ക്കുന്ന ഒരു സാധനമാണ്, സിനിമ കണ്ട ഏതൊരു പ്രേക്ഷകനും അതിൻ്റെ അഭിപ്രായം ഒരു റിവ്യൂയുടെ രൂപത്തിൽ പറയാം. ആ റിവ്യൂ കണ്ട അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആൾക്കാർ തിയേറ്ററിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അത് സിനിമയുടെ കാര്യം. അല്ലാതെ എല്ലാ കാര്യത്തിനും നമ്മളിപ്പോൾ ഒരു പൊതു വിഷയമായിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്കൊരഭിപ്രായം പറയണം, അതിൽ 4 പേര് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും സഹായമില്ല. പണ്ടൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണം, ഇന്ന് അതിൻ്റെ ഒന്നും സഹായമില്ല. ആരുടെയും സഹായമില്ലാതെ ഒരു മൊബൈൽ ക്യാമറ എടുത്ത് വെച്ച് സ്വന്തം മുറിക്കകത്തിരുന്ന് മുറി അടച്ചു പൂട്ടിയിട്ട് നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ വേറൊരാളോട് സംസാരിക്കാൻ, സ്റ്റേജ് ഫിയർ ഉള്ള ഒരാൾക്കും ആർക്ക് വേണമെങ്കിലും തുറന്ന് സംസാരിക്കുന്നവരെ സംസാരിക്കാം. ലൈവ് വീഡിയോ പോവാം, അതിൻ്റെ താഴെ കമൻസ് വരും. അപ്പോൾ അങ്ങനെ വലിയ സാധ്യതയാണ് നവമാധ്യമങ്ങൾ കൊണ്ടുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ വ്ളോഗറായെന്ന് പറഞ്ഞാൽ വ്ളോഗിങ്ങും അതൊന്നും അത് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോകുമ്പോൾ അത് മറ്റുള്ളവർ കൂടി അറിഞ്ഞിരിക്കണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നുമ്പോൾ, എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നല്ലൊരു ചായക്കടയായിരിക്കും, വളരെ വില കുറഞ്ഞ് ചായ കിട്ടുന്ന, നല്ല ചായ കിട്ടുന്ന ഒരു ചായക്കടയായിരിക്കും ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരിക്കും നടത്തിക്കൊണ്ട് പോകുന്നത്. ചിലപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ അവരുമായി ചായ കുടിക്കുമ്പോൾ എനിക്ക് തോന്നും ശരി ഇവരെ ഒന്ന് പരിചയപ്പെടാം. അത് ചിലപ്പോൾ ഞാനൊരു വ്ളോഗിൻ്റെ രൂപത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ അയോധ്യയിൽ പോയി, അയോധ്യ സന്ദർശിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു എന്താ പറയുക, അയോധ്യയിലെ തിരക്കും അവിടെയുള്ള കാര്യങ്ങളും, ഇതാണ് അയോധ്യ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഇതിട്ടു. അതിൻ്റെ താഴെ എന്താ പറയുക, പൂരപ്പറമ്പാക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് താഴെയുള്ള കമൻസ് എന്ന് പറയുന്ന ആൾക്കാരും ഈ പറഞ്ഞ പോലെ അടച്ച മുറിയിലിരിക്കുകയാണ്. അവർക്ക് എന്തും വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്കലാപ്പിലാവുകയോ അല്ലെങ്കിൽ നമ്മളെ വ്ളോഗിങ് നിർത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചോടി പോവുകയോ ചെയ്യുകയല്ല വേണ്ടത്. പക്ഷേ നമുക്കൊരഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമ്മൾ നിലപാടുകളോടുകൂടി ഒരു അഭിപ്രായം പറയാൻ ഒരു വേദി തന്നെയാണിത്. അതുപോലെ തന്നെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഇതിലൂടെ നടക്കുന്നുണ്ട്. പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞാനൊക്കെ പങ്കാളിയാവുന്നത് ഈ നവമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വാർത്തകളിലൂടെയാണ്. അത് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് ആൾക്കാരുണ്ട്. അവർ പോയി അന്വേഷിക്കുമ്പോൾ ശരിയാണ്, ജെന്യൂൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇടപെടുന്നു. നമ്മുടെ ഒരു ടീമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെന്ന് പറയുന്ന പോലെ നവമാധ്യമത്തിന് അതിൻ്റേതായ പ്ലസ്സും ഉണ്ട്, അതിൻ്റേതായ മൈനസും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് മാത്രം എടുക്കുക. പ്ലസ് ആണോ മൈനസിനേക്കാളും കൂടുതലെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് നല്ലതുമുണ്ട് ചീത്തയുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. അപ്പോൾ നല്ലത് ആണ് കൂടുതലെങ്കിൽ അതിനെ നല്ലതെന്ന ഗണത്തിൽപ്പെടുത്താം. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഈ നവമാധ്യമങ്ങൾ, അതിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഒക്കെ ശ്രമിക്കട്ടെ. കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് നവമാധ്യമങ്ങളിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഇന്ന് ന്യൂസ് വായിക്കേണ്ട, അടുത്ത ദിവസം വരെ പത്രത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ന്യൂസ് കിട്ടും, പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതികരിക്കാം. പക്ഷേ അത് പലപ്പോഴും പല രീതിയിലും അതിനെ എന്താ പറയുക, ബാസ്ഡായി പോകുന്നുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ വിശ്വാസ്യതയെ പൂർണ്ണമായും മനസ്സിലാക്കി വിശ്വാസയോഗ്യമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ. ഒരു കാര്യം പെട്ടെന്ന് ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ മലയാള ചലച്ചിത്ര താരങ്ങളെ വളരെ ആരാധനയോടെ കൂടി കണ്ടിരുന്ന
റോൾ മോഡലായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് കുറേയധികം മോശമായിട്ടുള്ള വാർത്തകൾ കടന്നു വരികയും നവമാധ്യമങ്ങൾ അത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നടൻ തന്നെ അവിടെ വ്ളോഗും കൂടെ ചെയ്തു അല്ലേ, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നടൻ അല്ലെങ്കിൽ പല ആർട്ടിസ്റ്റുകളും ചില ക്യാമറ അസിസ്റ്റൻ്റ് അടക്കമുള്ളവർ ചിലപ്പം അവരുടെ പേജിലേക്ക് ക്യാമറ ഓപ്പറേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എത്ര സുതാര്യമായിട്ടാണല്ലേ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഷൂട്ടിംഗ് സുതാര്യമാണ്, എപ്പോഴും വളരെ സുതാര്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഷൂട്ടിങ്ങിനൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ എന്ത് വന്നാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഒരാളല്ല, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലായാലും വേറെ ഏത് ഫീൽഡിലായാലും ഒരാൾ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് മൊത്തം ഫീൽഡിനെ നമ്മൾ അപകീർത്തിപ്പെടുത്താൻ പാടില്ല. ഇപ്പം മാധ്യമരംഗത്തായാലും മാധ്യമരംഗത്ത് എല്ലാവരും പുണ്യാളന്മാരാണോ? അല്ല, ഒരു ഫീൽഡിലും പുണ്യാളന്മാരില്ല. ലോകമെന്ന് പറയുമ്പോഴത്തേക്കും നല്ലതും ചീത്തതും എല്ലാം കൂടെ കൂട്ടിക്കലർന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരു ഫീൽഡ് ഒരു നമ്മളൊരു പ്രവർത്തന മേഖലയാണ്. ആ ഒരു പ്രവർത്തന മേഖലയിൽ ഒരാൾ തെറ്റിയിട്ടുണ്ടാവും, തെറ്റിയാനുള്ള എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തെറ്റിയിട്ടുണ്ടാവും. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, അത് കണ്ടുപിടിക്കണം, അത് തെളിയിക്കണം. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് നിയമപരമായിട്ട്. ഒരു നടൻ എന്നുള്ള നിലയിൽ ഒരു കൂട്ടം ഇപ്പോൾ എവിടെ പോയാലും വ്ളോഗേഴ്സ് ഉണ്ടല്ലേ, മൊബൈൽ കൊണ്ട് നവമാധ്യമ താരങ്ങൾ വരും നമ്മുടെ മുമ്പിൽ. അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നാറുണ്ട്? അല്ല, എനിക്ക് സന്തോഷമേ തോന്നുള്ളൂ. നമ്മളിതുപോലെ ആൾക്കാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും ആൾക്കാരുടെ ഓട്ടോഗ്രാഫ്, ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു ഓട്ടോഗ്രാഫ്, നമ്മുടെ ഒരു ഓട്ടോഗ്രാഫ് ആരെങ്കിലും വാങ്ങിക്കുമോ എന്നൊക്കെ ആഗ്രഹിച്ച് തന്നെയാണ് വന്നത്. നമ്മളൊരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പബ്ലിക്കിൻ്റെ കൂടെ നിന്ന് മിങ്കിൾ ചെയ്ത് തന്നെ പോകണം. നമ്മൾ അല്ലാതെ അവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മളൊരു ജോലി ചെയ്യുന്നു, അവരുടെ ജോലി ചെയ്യുന്നു. അവർക്ക് നമ്മളോട് നമ്മൾ ചെയ്ത കഥാപാത്രത്തിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് അവർ നമ്മളെ അടുത്ത് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. ആ ഫോട്ടോ അവരുടെ കൂടെ എടുക്കുന്ന കിട്ടുന്ന ഒരു സമയമാണ് നമ്മുടെ ബഹുമതി എന്ന് പറയുന്നത്.